ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് സെപ്റ്റംബർ 8, ഒന്നാമത്തെ വായനാഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായം. നമ്മളിപ്പം ഈ അധ്യായത്തിൻ്റെ കുറച്ച് ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് യഹൂദ രാജാവായ യോവാശിൻ്റെ മകൻ അമസ്യാവ് രാജാവായതും രാജാവിൻ്റെ പ്രവർത്തനങ്ങളുമാണ്. ആ അമസ്യാവ് രാജാവായത് 25 വയസ്സുള്ളപ്പോഴാണ്. 29 വർഷം യെരുശലേമിൽ രാജാവായിരിക്കുകയും ചെയ്തു, യഹൂദയിൽ. എന്നാൽ ഒരു വ്യത്യാസമുള്ളത്, ഈ യഹൂദ രാജാവ് അമസ്യാവ് തൻ്റെ പിതാവിൻ്റെ വഴിയിൽ നടന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. യോവാശിൻ്റെ വഴിയിൽ നടന്നു. എന്നാൽ ദാവീദ് എന്ന രാജാവ് ചെയ്തതുപോലെയോ നടന്നതുപോലെയോ നടന്നില്ല എന്ന് പറയുന്നുണ്ട്. പൂജാഗിരികൾ നീക്കം വന്നില്ല. ജനം പൂജാഗിരികൾ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. രാജ്യത്വം സ്ഥിരമായപ്പോൾ തൻ്റെ അപ്പനെ കൊന്ന ആ ഭൃത്യന്മാരെ അമസ്യാവ് കൊല്ലുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പനയുള്ളത്, ഒരുവൻ കുറ്റക്കാരനായി കൊല ചെയ്യപ്പെടേണ്ടി വന്നാൽ അവൻ്റെ കുറ്റത്തിന് അവൻ മാത്രമേ ശിക്ഷ അനുഭവിക്കാൻ പാടുള്ളൂ, അവൻ്റെ മക്കൾ ശിക്ഷ അനുഭവിക്കരുത് എന്നുള്ള നിയമമുള്ളത് കൊണ്ട് ആ കുറ്റം ചെയ്തവരെ മാത്രമേ അമസ്യാവ് ശിക്ഷിച്ചുള്ളൂ, മരണശിക്ഷ കൊടുത്തുള്ളൂ, അവരെ കൊന്നുള്ളൂ. മക്കളെ ഒന്നും കൊല്ലാൻ തയ്യാറായില്ല. അത് കഴിഞ്ഞിട്ട് ഏദോം സൈന്യത്തെ തോൽപ്പിക്കുന്നൊരു സംഭവം നടക്കുന്നുണ്ട്. ഉപ്പുതാഴിയിൽ വെച്ച് 10,000 പേരെ കൊല്ലുകയാണ്. എന്നിട്ട് ഈ വടക്കേ രാജ്യമായ ഇസ്രായേലിലേക്ക് അമസ്യാവ്, യഹോവാഹാസാണ് അവിടെ രാജാവായിരിക്കുന്നത്, അല്ല യഹോവാശാണ് രാജാവായിരിക്കുന്ന യഹോവാഹാസിൻ്റെ മകൻ യഹോവാശ്, നമുക്ക് ഒന്ന് യുദ്ധം ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് അയക്കുകയാണ് ഈ അമസ്യാവ് ഇസ്രായേൽ രാജാവിനോട്. പക്ഷെ അയാൾ അമസ്യാവിനോട് നല്ല വാക്ക് എന്ന് പറഞ്ഞാൽ അതിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഉടനെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാമെന്നല്ല, വെറുതെ എന്തിനാണ് യുദ്ധം ചെയ്ത് ദോഷമുണ്ടാക്കുന്നത്, കേടുപാടുകൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഈ രാജാവ് അത് സമ്മതിക്കുന്നില്ല. അമസ്യാവ് യുദ്ധത്തിന് തന്നെ പോകണം എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ യഹോവാശ് യുദ്ധത്തിന് വന്നു ഇവരെ തോൽപ്പിച്ചിട്ട് യെരുശലേമിൻ്റെ മതിൽ കുറേ ഭാഗം, 400 ഭാഗം മുഴം ഇടിച്ചു കളഞ്ഞു. ആലയത്തിലും രാജധാനിയിലും, അതായത് യെരുശലേം ദേവാലയത്തിലും കൊട്ടാരത്തിലും ഉള്ള പൊന്ന്, വെള്ളി, സകല ഉപകരണങ്ങൾ, കുറേ ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് ശബരിയിലേക്ക് പോയി. ഇതാണ് ഒരാവശ്യമില്ലാതെ ചെയ്തൊരു കാര്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അങ്ങനെ ഒരു ദോഷം, ഒരു നഷ്ടം യഹൂദയ്ക്ക്, യെരുശലേമിൽ ദേവാലയത്തിന് ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത്, അത് കഴിഞ്ഞിട്ട് യഹോവാശിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. യഹോവാശ് മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ യൊരോബെയാം ഇസ്രായേലിന് രാജാവായി എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ അമസ്യാവിൻ്റെ കാര്യം, അമസ്യാവിനെ കൊല്ലുകയും ചെയ്തില്ല, പക്ഷേ അമസ്യാവ് രാജാവായിട്ടുണ്ട്, അവർക്ക് കുറേ ദോഷം വന്നു എന്നുള്ളതാണ്. എന്നാൽ യേഹൂവിൻ്റെ മക്കളുടെ ആ പരമ്പരയിലാണല്ലോ ഈ ഇസ്രായേൽ രാജാവ് ഇപ്പോൾ ഉള്ളത്. അയാളുടെ മകൻ യൊരോബെയാം പേരൻ രാജാവായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വായിക്കുന്ന നമ്മൾ അമസ്യാവിനെ കുറിച്ചാണ്. അമസ്യാവിൻ്റെ വൃത്താന്ത പുസ്തകം, യഹൂദ രാജാക്കന്മാർ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. യെരുശലേമിൽ അവന് വിരോധമായിട്ടും കൂട്ടുകെട്ടുണ്ടായി. കാരണം അവൻ്റെ കൂട്ടുകെട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ടല്ലോ. കാരണം അമസ്യാവിൻ്റെ അപ്പനെ കൊന്നവരെ അമസ്യാവ് കൊന്നു. അപ്പോൾ അവരുടെ മക്കളോ അവർക്ക് കൂടെയുള്ള ആളുകളൊക്കെ കൂട്ടുകെട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കൂട്ടുകെട്ടുണ്ടായിട്ട് ലാഖിഷിൽ ഓടിപ്പോയി. എന്നാൽ ലാഖിഷിൽ വെച്ച് അമസ്യാവിനെ അവർ കൊല്ലുന്നതാണ് നമ്മൾ കാണുന്നത്. അവനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് അസര്യാവെന്ന് പറയുന്ന അമസ്യാവിൻ്റെ മകൻ, 16 വയസ്സേ ഉള്ളൂ,
അസര്യാവിനെ യഹൂദയിൽ രാജാവാക്കി. പിന്നെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ രാജാവായ യൊരോബെയാമിൻ്റെ കാര്യമാണ്. യൊരോബെയാം രാജാവായി നമ്മൾ വായിക്കുന്നുണ്ട്. അതവിടെ വടക്കേ രാജ്യമായ ഇസ്രായേലിൽ 41 വർഷമാണ് യൊരോബെയാം രാജാവായിട്ടിരുന്നത്. അത് എന്നാൽ ആ 41 സംവത്സരം നന്നായി ഭരിച്ചു എന്നല്ല നമ്മൾ വായിക്കുന്നത്. നമ്മൾ കാണുന്നത് ഈ യൊരോബെയാം ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച് നബാത്തിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ പാപങ്ങളെ വിട്ടുമാറിയില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ യോനാ പ്രവാചകന്, അമിത്ഥായിയുടെ മകനായ യോനാ പ്രവാചകന് തൻ്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്ത വചനപ്രകാരം, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ യോനാ പ്രവചനം എന്നെഴുതിയ യോന എന്ന പുസ്തകത്തിൽ നമ്മൾ കാണുന്ന അതേ പ്രവാചകൻ തന്നെയാണ് ഈ യോനാ പ്രവാചകനും. അതേ ആൾ തന്നെയാണ്. അദ്ദേഹം ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിട്ട് അവൻ ഹമാത്തിൻ്റെ അതിർ മുതൽ അരാബയിലെ കടൽ വരെ ഇസ്രായേലിൻ്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി. ഇസ്രായേലിൻ്റെ കഷ്ടത എത്രയും കഠിനം, സ്വതന്ത്രനോ ഇല്ല, ഇസ്രായേലിനെ സഹായം ചെയ്യുന്നതിനുമില്ല എന്ന് യഹോവ കണ്ടിട്ട് ഇസ്രായേലിൻ്റെ പേര് ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് മായിച്ചു കളയും യഹോവ അരുളി ചെയ്യാതെ യോവാശിൻ്റെ മകനായ യൊരോബെയാം മുഖാന്തരം അവരെ രക്ഷിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ പേർ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് മായിച്ചു കളയും എന്ന് യഹോവ അരുളി ചെയ്യാതെ എന്നാണ് നമ്മൾ കാണുന്നത്. യോവാശിൻ്റെ മകനായ യൊരോബെയാം മുഖാന്തരം അവർ രക്ഷിച്ചു. ഇന്നത്തെ ഇവരുടെ അവസ്ഥ കണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ദൈവവിരുദ്ധമായ പ്രവൃത്തികളും വിശ്വാസമില്ലായ്മയും കൊള്ളരുതായ്മകളും ഒക്കെ കണ്ട് ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അവരുടെ പേര് വേണേൽ മായ്ച്ചു കളയാം. പക്ഷെ ദൈവം ആ പേര് മായ്ച്ചു കളഞ്ഞില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവർ രക്ഷിച്ചു എന്നാണ്. യൊരോബെയാമിൻ്റെ മറ്റുള്ള വൃത്തങ്ങളൊക്കെ ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇസ്രായേൽ രാജാക്കന്മാരായ തൻ്റെ പിതാക്കന്മാരെ പോലെ അയാളും നിദ്ര പ്രാപിച്ചു. അവൻ്റെ മകനായ സെഖര്യാവ് അവന് പകരം രാജാവായി. ആണ് നമ്മളിന്ന് ഈ 14-ാം അധ്യായത്തിൽ വായിച്ചു നിർത്തുന്നത്. ഇതിൽ 2 രാജാക്കന്മാരെയും, തെക്കേ രാജ്യമായ യഹൂദയിലെയും വടക്കേ രാജ്യമായ ഇസ്രായേലിലെയും രാജാക്കന്മാരെ സംബന്ധിച്ചും ആ രാജാക്കന്മാരുടെ പ്രവർത്തികളെ സംബന്ധിച്ചും ഒക്കെ വിവരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല, ഇതിനൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഒരുപാട് എഴുതാനുണ്ട്. അതൊന്നും ഒരു പുസ്തകത്തിൽ എഴുതി തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നുള്ളതുകൊണ്ട് വളരെ ചുരുക്കമായിട്ടാണ് എല്ലാ പുസ്തകങ്ങളിലും ഈ രാജാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ എഴുതിയിട്ടുള്ളത് എന്ന് മാത്രം. 2-ാമത്തെ വായനാ ഭാഗം എഹെസ്കേൽ പ്രവചനം 4-ാം അധ്യായം. ഇതിൽ നേരത്തെ കേട്ട ശബ്ദം ഇപ്പോൾ ആ ശബ്ദം തന്നെയാണ് എഹെസ്കേൽ പ്രവാചകനോട് സംസാരിക്കുന്നത്. മനുഷ്യപുത്രാ, നീ ഒരു ഇഷ്ടിക എടുത്ത് നിന്റെ മുമ്പിൽ വെച്ച് അതിൽ യെരുശലേം നഗരം വരച്ച് അതിനെ നിരോധിച്ച് അതിൻ്റെ ചുറ്റും കൊത്തളം പണിത് വാടകോരി പാളയമടിച്ച് ചുറ്റും യന്ത്രമുട്ടികളെ വെക്കുക. പിന്നെ ഒരു ഇരുമ്പ് ചട്ടിയെടുത്ത് നിനക്കും നഗരത്തിന് മധ്യേ ഇരുമ്പ് മതിലായി വെക്കുക. നിന്റെ മുഖം അതിൻ്റെ നേരെ വെച്ച് അതിൻ്റെ നിരോധനത്തിലാകേണ്ടതിന് അതിനെ നിരോധിക്കുക. ഇത് ഇസ്രായേൽ ഗൃഹത്തിന് ഒരു അടയാളമായിരിക്കട്ടെ. അപ്പം അങ്ങനെ ഒരു അടയാളം ചെയ്യാൻ, ഒരു പ്രവൃത്തി ചെയ്യാൻ പറയുകയാണ്. അത് പറയുക എന്ന് പറയുന്ന കാര്യമല്ല, ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് അതിലൂടെ ആ ജനത്തോട് സംസാരിക്കുന്ന രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിലൂടെ ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് കാണുന്ന ഈ പ്രവാസത്തിലായിരിക്കുന്ന ജനത്തിന് മനസ്സിലാകുകയും അവരത് മറ്റുള്ളവരോട് പറയുകയും പ്രവാസത്തിലായിരിക്കുന്ന സകല ജനവും ഈ എഹെസ്കേൽ പ്രവാചകൻ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നു എന്ന് അറിയിക്കുകയും ചെയ്യും. കുറേ ആൾക്കാർ വന്ന് കാണാൻ കഴിയാത്ത വിദൂരത്തിലൊക്കെയും പാർക്കുന്നവർ വിവരം അറിയുകയും ചെയ്യും. പറഞ്ഞത് ഇതാണ്, നീ അതിൻ്റെ ഇടതുവശം ചരിഞ്ഞ് കിടക്കണം. എത്ര ദിവസം? 390 ദിവസം. ഈ 390 ദിവസം എന്ന് പറയുന്നത് 390 വർഷമാണ്. അവരുടെ അകൃത്യത്തിൻ്റെ 390 വർഷം. ആ 390 ദിവസം അങ്ങനെ കിടന്നതിന് ശേഷം നീ വലതുവശം ചരിഞ്ഞ് കിടക്കണം. വലതുവശം ചരിഞ്ഞ് കിടന്ന് 40 സംവത്സരം വലതുവശം ചരിഞ്ഞ് കിടക്കണം. അപ്പോൾ 390 40 ചേർത്ത് 430 വർഷം. 430 വർഷത്തെ അവരുടെ അകൃത്യമാണ് നീ ഇപ്പോൾ വഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ കിടന്നിട്ട് ഇത് യഹൂദ ഗ്രഹത്തിൻ്റെ അകൃത്യമാണ് വഹിക്കേണ്ടത്. ആദ്യം പറഞ്ഞത് ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ അകൃത്യം ആണ്. ആദ്യം പറഞ്ഞ 390 ദിവസം. അത് കഴിഞ്ഞ് 40 വർഷം വഹിക്കേണ്ടത് യഹൂദഗ്രഹത്തിൻ്റെ അകൃത്യം 40 സംവത്സരം വഹിക്കാനാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ അദ്ദേഹം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട്
നീ യെരൂശലേമിൻ്റെ നിരോധനത്തിന് നേരെ നിന്റെ മുഖവും നഗ്നമായ ഭുജവും വെച്ച് അതിന് നേരെ വിരോധമായി പ്രവചിക്കണം. നിന്റെ നിരോധനകാലം തികയുവോളം നീ ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് തിരിയാതെ ഇരിക്കേണ്ടതിന് ഞാനിതാ നിന്നെ കയറുകൊണ്ട് കെട്ടുന്നു. അപ്പോൾ ആ ദിവസങ്ങളിൽ കഴിക്കേണ്ട ആഹാരത്തെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട്. കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് 1 ശേക്കലോ അത്രയും അളവ് മാത്രമേ ഒരു ദിവസം കഴിക്കാവൂ. കഴിക്കേണ്ടത് എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. 20 ശേക്കൽ ആണ് അതിൻ്റെ തൂക്കം. പിന്നെ വെള്ളവും അളവ് പ്രകാരം ഈനിൽ 6 ഓഹരി കുടിച്ചോളണം. നേരത്തോട് നേരെ നീ അത് കഴിച്ചോണം എന്നൊക്കെയും പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് മാനുഷമലമായ കാഷ്ടം കത്തിച്ച് നീ ആഹാരം പാകം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എസ്കേൽ പ്രവചനം പറയുന്നത്, അയ്യോ കർത്താവേ, ഞാനിതിൽ മലിനമായതൊന്നും ഭക്ഷിച്ചിട്ടില്ല. ഞാൻ ബാല്യം മുതൽ ഇന്ന് വരെ താനെ ചത്തതിനെയോ പറിച്ചു കീറിപ്പോയതിനെയോ ഒന്നും തിന്നിട്ടില്ല. അറപ്പായിട്ടുള്ള മാംസം എൻ്റെ വായിൽ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ മാനുഷകാഷ്ടം കൊണ്ട് ആഹാരം ചെയ്ത് കഴിക്കാൻ എന്നോട് പറയരുത് എന്നുള്ള അപേക്ഷ ദൈവത്തിൻ്റെ മുമ്പിൽ വെക്കുകയാണ്. അപ്പോൾ മാനുഷകാഷ്ടത്തിന് പകരം നിനക്ക് ഞാൻ പശുവിൻ ചാണകം അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ പശുവിൻ്റെ ചാണകത്തിൽ പാചകം ചെയ്യുന്നത് ഇന്ത്യ രാജ്യത്തും ഉണ്ടല്ലോ. അപ്പോൾ അത് അനുവദനീയമായ കാര്യം, ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ആ പശുവിൻ്റെ ചാണകം, ഉണങ്ങിയ ചാണകം ഉണങ്ങി കത്തിക്കാനൊക്കെ ഉള്ളൂ. ഉണങ്ങി ചാണകം വെച്ചിട്ട് നീ ആഹാരം പാചകം ചെയ്തോളാൻ പറയും. മനുഷ്യപുത്ര, അപ്പവും വെള്ളവും അവർക്ക് മുട്ടിപ്പോകേണ്ടതിന്, ആർക്ക്? ഈ ജനത്തിന് അപ്പവും വെള്ളവും മുട്ടിപ്പോകേണ്ടതിന് ഞാൻ അവർക്ക് അപ്പവും എന്ന കോലൊടിച്ചു കളയും എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് അവരോരോരുത്തരും സ്തംഭിച്ച് അകൃത്യപ്രകാരം ക്ഷയിച്ചു പോകേണ്ടതിനെന്നാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ അപ്പം എന്ന കോലൊടിച്ചു കളയും. അവർ തൂക്കപ്രകാരവും പേടിയോടും കൂടി അപ്പം തിന്നും. അവർ അളവ് പ്രകാരവും സ്തംഭനത്തോടു കൂടിയും വെള്ളം കുടിക്കും. അപ്പോൾ ഇതൊക്കെ അവരോട്, അതായത് ഈ ജനത്തോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഈ പ്രവൃത്തിയിലൂടെ എസ്കേൽ പ്രവാചകൻ ഇത് ചെയ്യുന്നതിലൂടെ ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പം അങ്ങനെ ഒരു അധ്യായമാണ് നമ്മളിവിടെ നടക്കുന്നത്. ഇത് നമുക്ക് വളരെ വ്യത്യസ്തമായി അല്ലെങ്കിൽ രസകരമായി അല്ലെങ്കിൽ അത്ഭുതകരമായി ഒക്കെ തോന്നും. പക്ഷെ ദൈവം അങ്ങനെയാണ്. ദൈവം വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങളെ ഇടപെടുന്നത്, വ്യത്യസ്തമായിട്ടാണ് സംസാരിക്കുന്നത്, വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാനാണ് ദൈവം തൻ്റെ ജനത്തോട് കൽപ്പിക്കുന്നത്. നമ്മൾ ഈ പുസ്തകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ അത് മനുഷ്യൻ്റെ ബുദ്ധിക്ക്, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് നിരക്കതായിക്കൊള്ളണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. ദൈവത്തിന് മാത്രം ചിന്തിക്കാൻ കഴിയുന്നതും ദൈവത്തിന് മാത്രം ചെയ്യിക്കാൻ കഴിയുന്നതും ദൈവത്തിന് മാത്രം ആഗ്രഹിക്കാൻ കഴിയുന്നതുമായ കാര്യങ്ങളാണ്. അത് മനുഷ്യൻ്റെ കുറിച്ചുള്ള പറയുന്നുണ്ട്. മനുഷ്യൻ ദൈവം തമ്മിൽ വ്യത്യാസത്തെക്കുറിച്ച് ദൈവം തന്നെ പറയുന്നുണ്ട്. എൻ്റെ ഇഷ്ടമല്ല നിങ്ങളുടെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടം എന്ന് തന്നെയാണ് ദൈവം കൃത്യമായി തന്നെ പുസ്തകത്തിൽ മുമ്പുള്ള അധ്യായങ്ങളിലൊക്കെ അരുളി ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ എസ്കേൽ പ്രവചനം 4-ാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ അവസാന 2 അധ്യായങ്ങൾ 12-13 അധ്യായങ്ങളോടെ ആ 2-ാമത്തെ ലേഖനം അവസാനിക്കുകയാണ്. നമ്മൾ ആ 2 അധ്യായങ്ങളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഈ പ്രശംസയെ സംബന്ധിച്ചും ഒക്കെ ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 2 അധ്യായങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ 12 തുടക്കത്തിൽ വായിക്കുന്നത്, പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായി വന്നിരിക്കുന്നു. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ലെന്ന് മാത്രമല്ല, തന്നെ പ്രശംസിക്കുന്ന അത്ര നല്ല കാര്യവുമല്ല. പക്ഷേ അങ്ങനെ ഒരു ആവശ്യം വന്നിരിക്കുന്നു, അത് അത്യാവശ്യമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവിലുള്ളൊരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പ്, അപ്പോൾ ഈ പറയുന്നതിന് 14 വർഷം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെ ഒന്നും അറിയുന്നില്ല. അപ്പം പൗലോസ് അപ്പോസ്തലൻ തന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. തനിക്ക് ലഭിച്ച കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ചാണ് പറയാൻ പോകുന്നത്. ക്രിസ്തുവിലുള്ള മനുഷ്യനെ ഞാൻ അറിയുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് തന്നെ പറയാം. 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെയാണല്ലോ ക്രിസ്തു ആകാശത്തു നിന്നൊരു പ്രകാശം വരികയും കണ്ണ് കാണാതാകുകയും അവിടെ ആത്മവിവശതയിലാകുകയും വീഴുകയും ഒക്കെ ചെയ്യുന്നിട്ട് ആളുകളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നടത്തിക്കൊണ്ടു പോവുകയും അവിടെ വെച്ച് അപ്പോസ്തലനോട് ചോദിക്കുന്ന ചോദ്യം, ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാനെന്നും എന്നൊക്കെയും പറയുന്നത് അതെല്ലാം ശരീരത്തോടെയാണ്, അല്ലാതെ ആണെന്ന് അറിയുന്നില്ല. അതൊരു ആത്മവിവശതയിലായിരുന്നു. ഒന്നും ഞാൻ അറിയുന്നില്ല എന്നും പറയുന്നുണ്ട്. എന്നിട്ട് പക്ഷേ ദൈവം അറിയുന്നു ഇതിനെ സംബന്ധിച്ച്.
ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെക്കുറിച്ചും ഞാൻ പ്രശംസിക്കും. ആര്? അങ്ങനെ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട, അങ്ങനെ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ബന്ധിക്കപ്പെട്ട അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. പക്ഷേ എന്നെക്കുറിച്ച് ഞാൻ ബലഹീനതകളല്ല ഞാൻ പ്രശംസിക്കില്ല. ആ പൗലോസ് അപ്പോസ്തലന് വന്ന വ്യത്യാസപ്രകാരം അതുവരെ സഭയെ മുടിച്ചു പോകുന്ന ക്രിസ്തുവിൻ്റെ വിശ്വാസികളെ കൊന്നും കൊലവിളിച്ചും പോന്നിരുന്ന പൗലോസ് അപ്പോസ്തലനുണ്ടായ വ്യത്യാസം, യഥാർത്ഥ പൗലോസ് അപ്പോസ്തലനാണ് നമ്മൾ ഇപ്പം പറഞ്ഞത്, മറ്റുള്ളവരെ കൊല്ലാനും കൊലയ്ക്കുമൊക്കെ നടന്ന, ക്രിസ്തുവിൻ്റെ സഭയെ മുടിപ്പാൻ നടന്ന പൗലോസ്. ആ പൗലോസിനാണ് പ്രശംസിപ്പാൻ ഒന്നുമില്ല എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ അവിടെ പറയുന്നത് അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. പക്ഷേ എന്നെക്കുറിച്ചോ, എൻ്റെ ബലഹീനതകളുണ്ടായിരുന്നു, എൻ്റെ ബലഹീനതകളെക്കുറിച്ചല്ലാതെ എനിക്ക് എന്നിൽ പ്രശംസിക്കാനൊന്നുമില്ല. ഞാൻ പ്രശംസിച്ചാൽ വിചാരിച്ചാലും പക്ഷെ മൂഢനാകുകയില്ല, സത്യമല്ലോ ഞാൻ പറയുന്നത്. എങ്കിലും എന്നെ കാണുന്നതിനും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിൻ്റെ മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുതെന്ന് ഞാൻ അടങ്ങുന്നതാണ്. അപ്പം ഞാൻ എന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അതാണ് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്, അല്ലാതെ വേറൊരാൾ പറയുന്നില്ല. അപ്പം ഞാൻ എന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ആണ് നിങ്ങൾ കേൾക്കേണ്ടതും വിശ്വസിക്കേണ്ടതും എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. എന്നിട്ട് പറയാണ് അത് ഇപ്പോഴും അതെന്താണെന്നുള്ളത് ആളുകളുടെ ഇടയിൽ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ ചർച്ച ചെയ്തൊരു തീരുമാനത്തിലെത്താത്തൊരു കാര്യമാണ്. ഞാൻ അതിയായി വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതൻ. ശരീരത്തിൽ ഉള്ള ഏതോ ഒരു ബലഹീനതയെ സംബന്ധിച്ചാണ് പറയുന്നത്. അത് കാഴ്ചയുടെ കുറവുണ്ടാകാം. അത് ആ ക്രിസ്തു ദമാസ്കസിലേക്ക് പോകുന്ന വഴിക്ക് ഉണ്ടാകുന്ന വലിയ പ്രകാശം, 3 ദിവസത്തോളം കണ്ണ് കാണാതെ ഒരു ചെതുമ്പലാൽ മൂടിയിരുന്ന സമയത്ത് ഉണ്ടായ ആ വലിയ വെളിച്ചം പൗലോസ് അപ്പോസ്തലൻ്റെ കാഴ്ചയെ ബാധിച്ചിട്ടുണ്ടാകാം. എല്ലാം മറ്റാളുകൾ കൂടെയുള്ള തൻ്റെ സഹപ്രവർത്തകർ എഴുതി കൊടുത്ത ലേഖനങ്ങളാണ് മിക്കവാറും എല്ലാം. 1 ലേഖനമോ 2 ലേഖനമോ മാത്രമാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതിയത്, അല്ലെങ്കിൽ കുറച്ച് ഭാഗമൊക്കെയാണ് പൗലോസ് അപ്പോസ്തലൻ, ബാക്കിയെല്ലാം പറഞ്ഞു കൊടുത്ത് എഴുതിയതാണ്. അപ്പം ചിലപ്പോൾ അതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ ശരീരത്തിൽ തന്നെയുള്ള ഏതോ ഒരു കുറവിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ജഡത്തിൽ എനിക്കൊരു ശൂലം തന്നിരിക്കുന്നതാണ്, അത് ഞാൻ നിഗളിച്ചു പോകാണ്ടിരിക്കേണ്ടതിന് എന്നെ കുത്തുവാനാണെന്നും പറയുന്നുണ്ട്. ഞാനത് കർത്താവിനോട് 3 പ്രാവശ്യം അപേക്ഷിച്ചു അതെനിക്കൊന്ന് മാറിപ്പോകാനായിട്ട്. പക്ഷേ ദൈവം പറഞ്ഞത് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ, നിനക്ക് ബലഹീനതയുണ്ട്, ഇപ്പോൾ ആ ബലഹീനത എൻ്റെ ശക്തി നീ ഈ ഒരു ബലഹീനത ഉള്ള ഒരുവൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം പൂർണ്ണതയിൽ എല്ലാ കാര്യങ്ങളുമുള്ള കാഴ്ചയുടെ കാര്യമാണെങ്കിൽ 100% കാഴ്ചയുള്ളവൻ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ പൂർണ്ണതയിലുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൽ ബലഹീനതയുള്ള നീ അവരെക്കാളൊക്കെ അധികമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരും. അതുകൊണ്ട് നിനക്ക് ഈ എൻ്റെ കൃപ മതി, ആ കുറവ്, ആ ശൂലം അതവിടെ ഇരിക്കട്ടെ എന്ന് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോഴും ആ മറുപടിയാണ് കിട്ടിയത് പൗലോസ് അപ്പോസ്തലൻ. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. അത് സത്യമാണ്. ഇത്രയും ബലഹീനതകളുള്ള പൗലോസ് അപ്പോസ്തലൻ്റെ ശക്തിയാണ് ഈ സുവിശേഷ പ്രവർത്തനത്തിൽ ഇത്രത്തോളം മുതിർന്നു വന്ന് എല്ലാവരേക്കാളും ക്രിസ്തു അനുഭവിച്ച കഷ്ടത്തെക്കാളും വലിയ കഷ്ടം അനുഭവിച്ചു എന്ന് നമ്മൾ പറയാൻ തക്കവണ്ണം ആയിത്തീർന്നത്. എന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾക്കുള്ളതിനെ അല്ല, നിങ്ങളെ തന്നെ ഞാൻ അന്വേഷിക്കുന്നു. മക്കൾ അമ്മയപ്പന്മാർക്കല്ല, അമ്മയപ്പന്മാർ മക്കൾക്കായിട്ടല്ലോ സൂക്ഷിച്ചു വെക്കേണ്ടത്, അല്ലെങ്കിൽ കൂട്ടി വെക്കേണ്ടതെന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നെങ്കിലും ഉപായിയാകിയാൽ കൗശലം കൊണ്ട് നിങ്ങളെ കൈവശമാക്കി എന്ന് നിങ്ങൾ പറയുമായിരിക്കും. അപ്പം അതും കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകാം പൗലോസ് അപ്പോസ്തലൻ. താഴോട്ട്, ദൈവത്തിൻ്റെ മുമ്പാകെ ക്രിസ്തുവിലാകുന്നു ഞങ്ങൾ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, സകലവും നിങ്ങളുടെ ആത്മീക വർധനയ്ക്കായിട്ടത്രേ. ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും. അപ്പം നിങ്ങൾ എന്നെ കാണുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങൾ എന്നെ കാണും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആക്കി വെച്ച സഭയുടെ വിശ്വാസികൾ നേരായി നടക്കുന്നില്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ ദേഷ്യപ്പെടുന്നുണ്ടാകാം. അപ്പോൾ ഞാൻ അവിടെ വന്ന് എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത തരത്തിൽ നിങ്ങളെ കാണാനും പാടില്ല,
ഞാൻ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെയും കാണാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ കാണുകയും ചെയ്യുമെന്നും പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം എന്നിവ ഉണ്ടാകുമോ എന്ന് ഞാൻ വീണ്ടും വരുമ്പോഴെന്നും ഞാൻ വീണ്ടും വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധിയും ദുർനടപ്പും ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പം മുമ്പുള്ളതിനേക്കാളും പുറകോട്ട് നടക്കുന്ന അശുദ്ധിയുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കൂടിക്കൂടി വന്നിട്ടുള്ള പണ്ടുണ്ടായിരുന്ന വേർതിരിക്കപ്പെട്ട ഒരു ജനസമൂഹമല്ലാത്ത പുറകോട്ട് നടക്കുന്ന ഒരു ജനസമൂഹത്തെ കാണേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം എനിക്ക് നിങ്ങളെക്കുറിച്ചുണ്ട് എന്ന് എഴുതി അയക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് ഉള്ള ഈ 2-ാമത്തെ ലേഖനത്തിൽ. അപ്പോൾ അത് കഴിഞ്ഞ് 2-ാമത്തെ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും വന്നാൽ ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ ദൂരത്തിരുന്നു കൊണ്ട് ആ പാപം ചെയ്തവരോടും മറ്റെല്ലാവരോടും മുൻകൂട്ടി പറയുന്നു. ഏതാണ്? 2-3 സാക്ഷികളുടെ വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പിക്കാം എന്ന് പറയുന്ന കാര്യത്തെ സംബന്ധിച്ച്. ബലഹീനനായാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഏതാണ്? ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പന്വേഷിക്കുന്നുവല്ലോ. അവൻ നിങ്ങളെ സംബന്ധിച്ച് ബലഹീനനല്ല, നിങ്ങളിൽ ശക്തൻ തന്നെ. ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടു. യേശു ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഞങ്ങൾക്ക് പൗലോസ് അപ്പോസ്തലൻ്റെ പ്രവൃത്തി ഒന്നും പൗലോസ് അപ്പോസ്തലന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. മറ്റുള്ളവരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ, മറ്റുള്ളവരെ സത്യത്തിലേക്ക് നയിക്കുവാൻ, സുവിശേഷം അറിയിക്കാൻ, ഇതൊക്കെയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ്റെ ലക്ഷ്യമെന്നുള്ളത്. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുമെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. അത് മറ്റൊരാൾ ചെയ്യേണ്ടതല്ല, അത് അവരവർ ചെയ്യേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിൽ തന്നെയാണോ ഇരിക്കുന്നതെന്ന് നമ്മളെ തന്നെ പരീക്ഷിക്കണം. അപ്പോൾ അതൊരു നിരന്തരം ചെയ്യേണ്ട ഒരു ശോധനയാണ്. ഞാൻ വിശ്വാസത്തിൽ തന്നെയാണോ? എൻ്റെ വിശ്വാസത്തിന് കോട്ടം വന്നിട്ടുണ്ടോ? ഞാൻ പുറകോട്ടാണോ അതോ മുമ്പോട്ട് തന്നെയാണോ? ലക്ഷ്യത്തിലേക്ക് തന്നെയാണോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നു എന്നാണ് പറയുന്നത്. അവസാനം തീർച്ചയ്ക്ക് സഹോദരന്മാരെന്നുള്ള നമ്മൾ ഇംഗ്ലീഷ് കാണുന്നത് ഫൈനലി ബ്രദേഴ്സ് എന്നാണ്. അപ്പോൾ തീർച്ചയ്ക്ക് എന്നാൽ ഒടുവിൽ സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചു കൊള്ളുവിൻ, ഏകമനസ്സുള്ളവരായിരിപ്പിൻ, സമാധാനത്തോടെ ഇരിപ്പിൻ. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ. വിശുദ്ധന്മാരല്ല എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാണ് ആ ലേഖനത്തിൻ്റെ 2-ാമത്തെ ലേഖനം അവസാനിക്കുന്നത്. അപ്പോൾ അവർ നന്നായിരിക്കണമെന്നും അവർ മുമ്പത്തേക്കാളും നന്നായിരിക്കണം എന്നാണ് ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ഹിതപ്രകാരം വിശുദ്ധിയോടെ ജീവിക്കുന്നവരായിരിക്കണമെന്ന് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ആഗ്രഹം. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു ഭയമുണ്ട്. പണ്ടുള്ളതിനേക്കാളും മോശമായൊരവസ്ഥയിൽ അവരായി പോകുമോ? കാരണം അവിടെ പല കള്ള സഹോദരന്മാരും ഈ യഹൂദന്മാർ ചിലർ അവരെ വഴിതെറ്റിക്കാനും ഒക്കെയും കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ തീത്തോസ് വഴി കിട്ടിയ അറിവിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ഭയക്കുന്നത് എന്ന് നമുക്ക് കാണാം. താങ്ക് യു. 3 വായന ഭാഗങ്ങളിലൂടെ അവസാനിക്കുകയാണ്. ദൈവം സമൃദ്ധമായി എല്ലാവരെയും താങ്കളെ നന്നായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. താങ്ക് യു.